നമ്മളെ ഫോണിൽ ഒരു നാവിഗേഷൻ ബാർ ഉണ്ടാവും. എന്താ നാവിഗേഷൻ ബാർ? താഴെ കാണുന്നില്ലേ കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ്, ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, റീസെന്റ് ബട്ടൺ, അങ്ങനെയുള്ള ഈ ബട്ടൺസ് ഇത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്താലോ? അടിപൊളിയായിട്ട് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. സിമ്പിൾ നാവിഗേഷൻ ബാർ നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം. സിമ്പിൾ നാവിഗേഷൻ ബാറിനാട്ടോ ഇതിന്റെ പേരും സിംഗിൾ നാവ് ബാർ എന്നാണ്. നമുക്ക് സിംഗിൾ നാവ് ബാർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്തൊക്കെ ഇതിലുള്ള സംഭവങ്ങൾ നമ്മളൊന്ന് തുറന്നു നോക്കുക. ഇതാ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ 2 പെർമിഷൻ ചോദിക്കും. അത് 2 എനേബിൾ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ 2 കൊടുത്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് വരുന്നത്. കാണുന്നുണ്ടാവും. ഇവിടെ മേലെ സ്റ്റാർട്ട് സിമ്പിൾ നാവ് ബാർ എന്നുള്ള ഒരു ഓപ്ഷന്റെ നേരെ ഒരു ടോഗിൾ ഉണ്ടാവും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതാ ഒരു നാവിഗേഷൻ ബാർ നമുക്കിവിടെ വന്ന് കണ്ടാ സൈഡിൽ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടാക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്ത് വേണം, നിങ്ങൾ ഏത് കയ്യാ ഉപയോഗിക്കുക, ഇടത്തെ കൈയും വലത്തെ കൈ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനിപ്പോൾ കൂടുതൽ ഇടത്തെ കയ്യാ ഉപയോഗിക്കുക. അപ്പം ഇടത് ഭാഗത്ത് താഴെയായാലും എനിക്ക് സൗകര്യമാണ്. അതിന് ലെഫ്റ്റ് ബോട്ടം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ ഏതത്തിൽ ഉപയോഗിക്കാൻ പറ്റുക വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പിന്നെ ഈ സാധനത്തിന്റെ കളർ നമുക്ക് മാറ്റണമെങ്കിൽ ഈ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഇഷ്ടമുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളറും മാറി. ഇതിപ്പോൾ ഇവിടെയല്ല കേട്ടോ ചങ്ങായി. ഇനിയിപ്പോൾ ഇത് ബാക്ക്, ഹോം, സാധാരണ നമുക്ക് എന്തൊക്കെയാണോ ഇതിലുള്ളത് അതൊക്കെ തന്നെ. കൂടാണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ താത്താനുള്ള ഒരു ബട്ടണും കൂടി ഏറ്റവും താഴെ അത് ഞെക്കി കൊടുത്താൽ നോട്ടിഫിക്കേഷൻ പാനൽ വരും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നമുക്ക് ബട്ടൺ സ്റ്റൈൽ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യാം. ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ ബട്ടൺസ് 4 ബട്ടൺസ് ഇവിടെ മേലെ കാറ്റഗറി ആയിട്ട് കൊടുത്തേക്ക്. ഒന്നാമത്തെ ബട്ടൺസിൽ നമുക്ക് ഐക്കണിൽ എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ബട്ടണിൽ ഒരു ആപ്ലിക്കേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ആക്ഷൻ എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ആപ്ലിക്കേഷൻസ് തീർത്ത് ഇവിടെ വരും. അതിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഒന്നാമത്തെ ബട്ടണിൽ വേണ്ടി അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ അതിൽ വാട്സപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ കളർ, ഐക്കൺ സൈസ് ഒക്കെ മാറ്റാം. അത് കൂടാണ്ട് ലോങ് പ്രസ് ചെയ്യുന്ന ഏത് ആക്ഷൻ വേണം അതും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ലോങ് പ്രസ് ചെയ്യുന്നേരം ക്യാമറ വേണം. ഞാൻ ക്യാമറ സെലക്ട് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഞാനിവിടെ ഒന്നാമത്തെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ വാട്സപ്പ് ഓപ്പൺ ആയി. ഇനി നമുക്ക് ഒന്നാമത്തെ ഐക്കൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കുക. സ്പോട്ടിൽ ക്യാമറ ഓപ്പൺ ആയി. ഇതുപോലെ നിങ്ങൾക്ക് ഈ ബട്ടൺസിൽ ഓരോ ബട്ടൺസിലും രണ്ടാമത്തെ ബട്ടൺസിൽ എന്തൊക്കെ വേണം, മൂന്നാമത്തെ ബട്ടൺസിൽ എന്തൊക്കെ വേണം, നാലാമത്തെ ബട്ടൺസിൽ എന്തൊക്കെ വേണം, ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ സംഭവം? നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ഇടത് ഭാഗത്ത്, ഞാൻ ഇടത് കൈ ഉപയോഗിക്കുന്നുണ്ട് ഇടത് ഭാഗത്ത്, നിങ്ങൾ വലത് കൈയാണ്ട് വലത് ഭാഗത്ത് എവിടെയാണ് സെറ്റ് ചെയ്യുക. വാട്സപ്പ്, ക്യാമറ ഒക്കെ അതിലായി. അതുപോലെ ഓരോ ബട്ടണിലും നമുക്ക് വെവ്വേറെ ആക്ഷനും ഉപയോഗിക്കാം. അതുപോലെ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ അതൊക്കെ എടുക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? ഏതായാലും ഒരു അടിപൊളി ഷോർട്ട് കട്ട് ആയിട്ടുള്ള നാവിഗേഷൻ ബാറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കോട്ടോ. അപ്പോൾ എനിക്കും ഒരു ഇഷ്ടമായിക്കോട്ടെ, അല്ല ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്. താങ്ക് യു സോ മച്ച്.